ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് എഴുതിയ രണ്ടാം ലേഖനമാണ് നാം ധ്യാനിക്കുന്നത്. 3-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. 10 തൊട്ട് വായിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ കർത്താവിന്റെ ദിവസം കള്ളനെപ്പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും, ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. നമ്മുടെ ദൈവം ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. അഗ്നി കൊണ്ടും അവിടുന്ന് ശുദ്ധീകരിക്കുന്നു. ദൈവക്രോധത്താൽ ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ശാമ്പലായിത്തീരും. എന്നിട്ട് ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി, അതിൽ അനീതിയില്ല, അഴുക്കില്ല, അശുദ്ധന്മാരില്ല, അഴിമതിയില്ല, വിഗ്രഹാരാധനയില്ല, സ്വരൂപവണക്കമില്ല, ഒരു മ്ലേച്ഛതകളും ഇല്ലാത്ത, സമ്പൂർണമായി ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലുള്ള, ഒരു അനീതി പോലുമില്ലാത്ത പുതിയ ആകാശം, പുതിയ ഭൂമി. നാം എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? നാം ഇപ്പോൾ ജീവിക്കുന്നത് അനീതി നിറഞ്ഞ ലോകത്തിലാണ്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെ? ആ തലമുറയുടെ ദോഷങ്ങളൊന്നും പാപങ്ങളൊന്നും നമ്മെ സ്വാധീനിക്കാതെ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ജീവന്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ നാം ഇപ്പോൾ പ്രകാശിക്കുന്നു, പ്രകാശിക്കേണ്ടവരാണ്. ആദാം പാപം ചെയ്തു, ദൈവത്തോട് മത്സരിച്ചു, ഭൂമി ശപിക്കപ്പെട്ടു. അതിനു മുമ്പ് ലൂസിഫർ മത്സരിച്ചു. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് മത്സരിച്ചു. പുതിയ നിയമസഭയിലും വ്യാജപ്രവാചകന്മാർ വന്ന് ദൈവത്തോട് മത്സരിക്കുന്നു. എന്നാൽ ഇനി ഒരു മത്സരവും അഹങ്കാരവും ദൈവനിഷേധവും അനീതിയുമില്ലാതെ സകലരും സമ്പൂർണമായി ദൈവത്തിന് കീഴടങ്ങി ജീവിക്കുന്ന ഒരു മനോഹരമായ യുഗം വരാനിരിക്കുന്നു. അവിടെ അഴിമതിയില്ല, അന്ധകാരമില്ല, മരണമില്ല, രോഗമില്ല. നമ്മളിപ്പോൾ ആരാണ്? നാം രാജകീയ പുരോഹിതന്മാരും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുത്ത ജനമാണ്. 1 പത്രോസ് 2:9. അങ്ങനെയാണെങ്കിലും ഈ അനീതി നിറഞ്ഞ പഴയ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ അന്യരും പരദേശികളുമാണ്. ഏതാനും ചില വർഷങ്ങൾ മാത്രമാണ് രാജകീയ പുരോഹിതന്മാർ ഈ ഭൂമിയിൽ പരദേശികളെ പോലെ ജീവിക്കുന്നത്. അതിനുശേഷം അവരുടെ നിത്യവാസ സ്ഥലത്തിലേക്ക് അവർ മാറ്റപ്പെടും. ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം എല്ലാം പുതുതാക്കി തീർക്കുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി. പക്ഷേ നമ്മുടെ ചുറ്റുപാടും ധാരാളം അനീതികളുണ്ട്. അനീതി നിറഞ്ഞ ഭൂമിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. എന്നാൽ ആ ഭൂമിയെ മാറ്റി ദൈവം ഇതാ സകലവും പുതുതാക്കുന്നു. വെളിപ്പാട് 21:5. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു, പുതുതാക്കുന്നു. സകലവും, പഴയ ഭൂമിയും പഴയ ആകാശവും പുതുതാക്കും. എങ്ങനെ? പഴയതിൽ എന്തെങ്കിലും അവശേഷിപ്പിച്ചിട്ടല്ല, പഴയ ഭൂമിയും ആകാശവും സമ്പൂർണമായി ദഹിപ്പിച്ചതിന് ശേഷം. ഇന്ന് ലോകത്തിൽ എത്രമാത്രം അഴിമതിയുണ്ട്, ദുർഭരണം നടത്തുന്ന ഭരണാധിപന്മാരുണ്ട്. അതെല്ലാം മാറും. ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഭരണം
നീതിമാന്റെ നീതിമാനായ സത്യദൈവത്തിൻ്റെ ഭരണം വരാനിരിക്കുന്നു. അവിടെ യാതൊരു അനീതിയുമില്ല. പത്രോസ് എഴുതിയ 2-ാം ലേഖനമാണ് നാം ധ്യാനിക്കുന്നത്. 3-ാം അധ്യായം 12 തൊട്ട്. ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണം. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 15:24 തൊട്ട്. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമാർജനം ചെയ്ത് ഇപ്പോഴത്തെ ഭരണവ്യവസ്ഥകളൊക്കെ സമ്പൂർണമായി മാറ്റും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമാർജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം സമസ്തവും അധീനമാക്കി തൻ്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു. ആ ദിവസം, കർത്താവിൻ്റെ ദിവസം, ദൈവത്തിൻ്റെ അധികാരത്തോട് ആരും മത്സരിക്കാത്ത ഒരു പുതിയ യുഗം വരാനിരിക്കുന്നു. ദൈവം സമസ്തവും അധീനമാക്കി തൻ്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു. എന്നാൽ സമസ്തവും അധീനമാക്കി എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവനൊഴികെ എന്നത് സ്പഷ്ടം. സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാമാകേണ്ടതിന് തന്നെ. ഈ നിത്യതയിൽ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് അധീനനായി കഴിയും. ഇതെന്തിനു വേണ്ടിയാണ്? ഇത് ദൈവം എല്ലാവർക്കും എല്ലാമാകേണ്ടതിന് തന്നെ. ഈ ഭൂമിയിൽ ക്രിസ്തു വന്നപ്പോൾ എപ്പോഴും പിതാവിന് കീഴ്പ്പെട്ടോ, പിതാവിനനുസരിച്ചോ. നിത്യതയിലും യേശുക്രിസ്തു എപ്പോഴും പിതാവിന് കീഴ്പ്പെടും. ഞാൻ പിതാവിന് കീഴ്പ്പെടില്ല, പിതാവിനുള്ള അതേ അധികാരം തന്നെ എനിക്കുമുണ്ട്, അതുകൊണ്ട് പിതാവ് പറഞ്ഞത് കൂട്ടാക്കേണ്ട കാര്യം എനിക്കില്ല. അങ്ങനെയല്ല ക്രിസ്തു പറഞ്ഞത്. പിതാവ് എന്നേക്കാൾ വലിയവനാണ്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പിതാവ് എന്നേക്കാൾ വലിയവൻ. സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാമാകേണ്ടതിന് തന്നെ. നാം ആരാണ്? രാജകീയ പുരോഹിതർ, സ്വർഗീയ പൗരത്വം സ്വീകരിച്ചവർ. നാം എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? വി ആർ വെയിറ്റിംഗ് ഫോർ ദ കമ്മിങ് ഓഫ് ദ ഡേ ഓഫ് ദ ഗോഡ്. കർത്താവിൻ്റെ ആഗമന ദിനത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നു. കർത്താവിൻ്റെ ആഗമന ദിനത്തിന് വേണ്ടിയാണ്, ക്രിസ്തുവിൻ്റെ 2ാമത്തെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നതെങ്കിൽ, മറ്റൊരു ലക്ഷ്യവും നമുക്കില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കും. നാം വിശുദ്ധ ജീവിതം നയിക്കുവാൻ കർത്താവിൻ്റെ ആഗമന ദിവസമാണ് ഒരു മോട്ടിവേറ്ററായി ഇപ്പോൾ വർത്തിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ എല്ലാ ദിവസവും വിശുദ്ധിയിൽ തങ്ങളെ തന്നെ തികയ്ക്കുന്നവരായിരുന്നു. കാരണം ഓരോ ദിവസവും അവരെ സംബന്ധിച്ച് ഇന്നായിരിക്കുമോ കർത്താവ് വരിക, ഇന്നായിരിക്കുമോ കർത്താവ് വരിക. ആ രീതിയിലാണ് അവർ കർത്താവിൻ്റെ ദിനത്തെ നോക്കിക്കണ്ടത്. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി, 2ാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ എത്ര ഭക്തിയും വിശുദ്ധിയുമുള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെന്ത് നശിക്കുകയും ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ
നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം? നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം? ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി. പഴയ നിയമത്തിലും അക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 65:17 തൊട്ട്. ഇതാ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ. ഇതാ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പത്രോസ് കണ്ടുപിടിച്ച ഒരു പുതിയ ആശയമല്ല പത്രോസ് പറയുന്നത്. ഇത് പഴയ നിയമത്തിൽ യേശയ്യാ പ്രവാചകനിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതാ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. ഇന്ന് ഈ ഭൂമിയിൽ മനോഹരമായ പല കാര്യങ്ങളുമുണ്ട്. ഒരുപാട് ദോഷങ്ങളും അനീതികളും ഒക്കെ ഉണ്ടെങ്കിലും മനോഹരമായ പ്രകൃതിയും ധാരാളം നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും അതിലേക്ക് നാം പ്രവേശിച്ചാൽ അതിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ഭൂമിയിലെ ഒരു കാര്യവും, ഈ പഴയ ഭൂമിയിൽ ഒരു കാര്യവും നമ്മുടെ കണ്ണിനെ മനോഹരമായി തോന്നുകയില്ല. കാരണം അതിശ്രേഷ്ഠ സൗന്ദര്യം പുതിയ ഭൂമിയിൽ പുതിയ ആകാശത്തിലുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ ഭൂമിയുടെ സൗന്ദര്യം അത് ആസ്വദിക്കാൻ സാധിക്കുകയില്ലല്ലോ, ആ ഭൂമിയെല്ലാം കത്തിപ്പോയല്ലോ എന്നോർത്ത് ഒരിക്കലും നമ്മുടെ ഉള്ളിൽ മനഃഖേദം ഉണ്ടായിരിക്കുകയില്ല. ഇതാ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ എന്താണ് സൃഷ്ടിക്കാനിരിക്കുന്നത്? ഒരു പുതിയ ആകാശം പുതിയ ഭൂമി. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും. ഇപ്പോഴത്തെ ഈ പഴയ ഭൂമിയിൽ നമുക്ക് നിത്യം സന്തോഷിക്കാൻ പറ്റില്ല. 70 വർഷം, 80 വർഷം, ഏറിയാൽ 100 വർഷം. പക്ഷേ പുതിയ ആകാശം പുതിയ ഭൂമി അത് നിത്യമാണ്. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ. അപ്പസ്തോലനായ പത്രോസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് നാനാവിധത്തിലുള്ള പരിശോധന ക്രിസ്തുവിശ്വാസ നിമിത്തം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്കാണ്. പക്ഷേ അവരുടെ പരിശോധനാ കാലം, സുവിശേഷ വിരോധികളുടെ എതിർപ്പ്, ദൈവത്തോടുള്ള മത്സരം, ജാതികളുടെ മ്ലേച്ഛതകൾ എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ഭൂമിയും അതിലുള്ള സമസ്ത വസ്തുക്കളും ഇതാ കത്തിയഴിയാൻ പോകുന്നു. എന്നിട്ട് ഒരു പുതിയ ആകാശം പുതിയ ഭൂമി, അവിടെ നീതി വസിക്കുന്നു, അനീതി ഒട്ടുമില്ല. ഒരു മ്ലേച്ഛന്മാരെയും അവിടെ കാണുകയില്ല. ദുഷ്ടത പ്രവർത്തിക്കുന്ന ആർക്കും അവിടേക്ക് പ്രവേശനമില്ല. ഈ സദ്വാർത്ത ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനായി പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ കർത്താവിൻ്റെ ദിനം അടുത്തു. ഈ വാർത്ത വിശ്വാസികൾ കേൾക്കുമ്പോൾ അവരുടെ പരിശോധന തരുന്ന വേദനയെല്ലാം മറക്കുകയാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 45:18 ഞാനാണ് കർത്താവ്. അതിനു മുമ്പ് 2 പത്രോസ് 3:13 നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ വീണ്ടും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. യേശയ്യാ 45:18 ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുളി ചെയ്യുന്നു. അവിടുന്നാണ് ദൈവം. അവിടുന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു. വ്യർത്ഥമായിട്ടല്ല, അധിവാസയോഗ്യമായി തന്നെ അവിടുന്ന് അത് സൃഷ്ടിച്ചു. ഇപ്പോഴത്തെ ഭൂമിയെ, ആകാശത്തെ ദൈവമാണ് സൃഷ്ടിച്ചത്. മനുഷ്യവാസത്തിന് യോഗ്യമായ രീതിയിലാണ് ഇപ്പോഴത്തെ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ ഈ പഴയ ഭൂമി എന്നേക്കും തുടരുകയില്ല. ഇത് അഗ്നിക്കായി കാത്തു സൂക്ഷിക്കപ്പെടുന്നു. എന്നിട്ട് ദൈവം തന്നെ പഴയ ഭൂമിയും ആകാശവും ആരാണോ സൃഷ്ടിച്ചത്, മനുഷ്യവാസത്തിന് യോഗ്യമായ രീതിയിൽ ഇപ്പോഴത്തെ ഈ ഭൂമി ആരാണോ സൃഷ്ടിച്ചത്, അതേ ദൈവം തന്നെ
നീതി നിവസിക്കുന്ന ഒരു പുതിയ ആകാശവും ഭൂമിയും സൃഷ്ടിക്കാൻ പോകുന്നു. പഴയ ഭൂമിയുടെ അവസ്ഥ ഏഷ്യ 45:18 ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുളി ചെയ്യുന്നു. അവിടുന്നാണ് ദൈവം. അവിടുന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു. വ്യർത്ഥമായിട്ടല്ല, അധിവാസ യോഗ്യമായി തന്നെ അവിടുന്ന് അത് സൃഷ്ടിച്ചു. പക്ഷേ ഈ ഭൂമിക്കൊരു കാലപരിധിയുണ്ട്. ഹാലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇനി പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. 2 പത്രോസ് 3:14 Therefore, beloved, since you look for these things, be diligent to be found by him in peace, spotless and blameless. Therefore, beloved, since you look for... ഇവിടെ പത്രോസ് പറയുന്നു, Therefore, beloved, since you look for these things. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? കർത്താവിൻ്റെ ദിനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പുതിയ ആകാശം, പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഈ പുതിയ ആകാശത്തിന് വേണ്ടി, കർത്താവിൻ്റെ 2ാമത്തെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നു. തെളിവെന്താണ്? നാം വളരെ ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ജീവിക്കുന്നു. ഭക്തിയും വിശുദ്ധിയും ഇല്ലാതെ ആർക്കും കർത്താവിൻ്റെ 2ാമത്തെ വരവിനായി കാത്തിരിക്കാൻ പറ്റില്ല. ഇന്ന് പല വിശ്വാസികളും നല്ല വിശ്വാസികളാണ്. യേശു വീണ്ടും വരും, അവർക്ക് വിശ്വാസമുണ്ട്. ഇപ്പോൾ കാണുന്ന ഭൂമി കത്തി നശിക്കും, ഒരു പുതിയ ആകാശം, പുതിയ ഭൂമിയും, നീതി വസിക്കുന്ന പുതിയ ഭൂമി ദൈവം സൃഷ്ടിക്കും. അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ആ വിശ്വാസത്തിനും കാത്തിരിപ്പിനും യോജിച്ച രീതിയിലുള്ള ദൈവഭക്തിയും വിശുദ്ധിയും ചിലരിലെങ്കിലും കാണാനില്ല. പക്ഷെ വാസ്തവത്തിൽ നമ്മൾ ഈ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും ദ ഡേ ഓഫ് ദ ലോർഡ്, ദ കമ്മിങ് ഓഫ് ദ ഡേ ഓഫ് ദ ഗോഡ്, അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എങ്കിൽ ലോകജാതികൾ നമ്മെ കാണുമ്പോൾ അവർക്കൊരു കാര്യം ബോധ്യമാകും. കണ്ടോ, ഇവരെത്ര വിശുദ്ധരാണ്, എത്ര ദൈവഭക്തിയുള്ളവരാണ്, ഒരനീതിക്കും കൂട്ടുനിൽക്കുന്നില്ല. ഇവരുടെ രക്ഷിതാവും ഗുരുവുമായി യേശുക്രിസ്തു ജീവിച്ചതുപോലെ എത്ര ക്ഷമിച്ചും സഹിച്ചും പൊറുത്തും ശത്രുക്കളെ സ്നേഹിച്ചും വിട്ടുകൊടുത്തുമാണ് ഇവർ ജീവിക്കുന്നത്. കാരണം ഇവർ കാത്തിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് തന്നെയാണ്. കാരണം അവരുടെ ജീവിതം നോക്കിയാൽ അക്കാര്യം വളരെ വ്യക്തമാണ്. കർത്താവിൻ്റെ 2ാമത്തെ വരവാണ് വിശുദ്ധ ജീവിതത്തിനായിട്ടുള്ള ഒരു പ്രധാന മോട്ടിവേറ്റർ. Therefore, beloved, since you look for these things, be diligent to be found by him in peace, spotless and blameless. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട്, ഭൂമിയിൽ ഏതെങ്കിലും നേട്ടങ്ങൾ, ഭൗതിക നന്മകൾ പ്രതീക്ഷിച്ചിട്ടല്ല, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട്, മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയും ഇല്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. നമ്മുടെ മണവാളനാണ് യേശു. മണവാട്ടിയുടെ ആഗ്രഹം എന്താണ്? മണവാളൻ്റെ മുമ്പാകെ ഏറ്റവും സൗന്ദര്യത്തോടെ എനിക്ക് പ്രത്യക്ഷപ്പെടണം. ലോകക്കാരെ കാണിക്കാനല്ല മണവാട്ടി ചമഞ്ഞൊരുങ്ങുന്നത്, മണവാളനെ കാണിക്കാൻ വേണ്ടിയാണ്. എന്താണ് ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ സൗന്ദര്യം? അത് അവളുടെ നീതി പ്രവൃത്തിയാണ്. വെളിപ്പാടിൽ പറയുന്നുണ്ട്, അവൾ അണിഞ്ഞിരിക്കുന്ന വിശേഷ വസ്ത്രം അവളുടെ നീതി പ്രവൃത്തികളാണ്. വിശുദ്ധ ജീവിതമാണ് യേശുവിൻ്റെ മണവാട്ടിയുടെ സൗന്ദര്യം. സാധാരണ ഒരു കല്യാണം നടക്കുമ്പോൾ ആ ദിവസം
മണവാട്ടി കഴിയുന്നതും ഭംഗിയായി തന്നെ തന്നെ അലങ്കരിക്കുകയാണ്. ആരെ കാണിക്കുവാൻ വേണ്ടിയാണ്? മണവാളനെ കാണിക്കുവാൻ വേണ്ടിയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ നമ്മുടെ സ്വർഗീയ മണവാളൻ ഏറ്റവും പരിശുദ്ധനാണ്. പരിശുദ്ധിയാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ആ പരിശുദ്ധനായ മണവാളന് യോജിച്ച രീതിയിൽ ഒരു വിശുദ്ധ മണവാട്ടി ഇതാ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശുദ്ധി നാട്ടുകാരെ കാണിക്കാനായിട്ടല്ല, നാട്ടുകാരുടെ മുമ്പാകെ ഭയങ്കര ഭക്ത എന്ന പേരെടുക്കാനായിട്ടല്ല, പിന്നെയോ ആകയാൽ പ്രിയപ്പെട്ടവരെ ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയും ഇല്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. To be found by to be found by to be found by him in peace, spotless and blameless. ആകയാൽ പ്രിയപ്പെട്ടവരെ ഇവ പ്രതീക്ഷിച്ചുകൊണ്ട്. ഇവിടെ അപ്പസ്തോലനായ പത്രോസ് വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത് ബിലവഡ്, ആകയാൽ പ്രിയപ്പെട്ടവരെ. 1-ാം നൂറ്റാണ്ടിൽ പാസ്റ്ററും വിശ്വാസികളും തമ്മിലുള്ള അടുത്ത സ്നേഹബന്ധം പരിശോധനകളിലൂടെ കടന്നുപോയിട്ടും കർത്താവായ യേശു ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തുന്ന വിശ്വാസികൾക്കാണ് ഈ ലേഖനം. ഇവരാരും വിശ്വാസം ത്യജിച്ചില്ല. ഈ വിശ്വാസികൾ പത്രോസിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, ദൈവത്തിനും ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ദൈവത്തിന് പ്രിയപ്പെട്ട ഈ വിശ്വാസികൾ പത്രോസിനും ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. പരിശോധന സഹിക്കുന്ന ഈ വിശ്വാസികൾ അവരുടെ പാസ്റ്ററിൽ നിന്ന് ബിലവഡ്, പ്രിയപ്പെട്ടവരെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ ആ വിശ്വാസികളുടെ ഹൃദയത്തിന് എത്ര സന്തോഷമുണ്ടായിരിക്കും. ആകയാൽ പ്രിയപ്പെട്ടവരെ, പത്രോസ് ഒരു ഇടയനാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. ഉത്സാഹിക്കണം. പത്രോസ് ഈ ലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഉത്സാഹിക്കുവിൻ. ഉത്സാഹിക്കുവിൻ. നമ്മൾ അത് നേരത്തെ പഠിച്ചതാണ്. ഇവിടെ ക്രിസ്തുവിൻ്റെ മുമ്പാകെ കറയും ചുളുക്കവും ഇല്ലാതെ, എന്ന് വെച്ചാൽ പാപത്തിൻ്റെ ഒരു കുത്തുപോലും ഇല്ലാതെ സമ്പൂർണ്ണ വിശുദ്ധിയിൽ നാം കർത്താവിന് കാണപ്പെടാൻ വേണ്ടി സകല ഉത്സാഹവും കഴിക്കണം. സകല ഉത്സാഹവും കഴിക്കണമെന്ന് നേരത്തെ അദ്ദേഹം മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു കാര്യം പറയുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. അലസമായ ഒരു ക്രിസ്തീയ ജീവിതം അല്ല. ചിലർ വിചാരിക്കുന്നത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടില്ലേ, നമ്മുടെ പ്രവൃത്തികൾ കൂടാതെയല്ലേ രക്ഷ. ശരിയാണ്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുന്നു. കറയും ചുളുക്കവും ഇല്ലാതെ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നാം അവിടുത്തെ മുമ്പാകെ പ്രത്യക്ഷപ്പെടണം. കുഞ്ഞാടിൻ്റെ കാന്ത ഒരു വിശുദ്ധിയുടെ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ. ആകയാൽ പ്രിയപ്പെട്ടവരെ ഇവ പ്രതീക്ഷിച്ചുകൊണ്ട്. ഒരു സഹോദരിയുടെ ഭർത്താവ് 10 വർഷം വിദേശത്തായിരുന്നു. എന്നാൽ അടുത്ത ദിവസം നാളെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുന്നു എന്നുള്ള വിവരം കിട്ടിയപ്പോൾ അവൾ വളരെ ഉത്സാഹത്തോടെ വീട് വൃത്തിയാക്കുന്നു, മുറ്റം ക്ലീനാക്കുന്നു, അദ്ദേഹത്തിന് വേണ്ട രുചികരമായ ഭക്ഷണം തയ്യാറാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എല്ലാ കാര്യങ്ങളും വളരെ ചുറുചുറുക്കോടെ ചെയ്യുകയാണ്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? അവൾ കാത്തിരിക്കുന്ന ഹസ്ബൻഡ് നാളെ എത്തും. അതുകൊണ്ടാണ് അവൾക്ക് ഈ രീതിയിലുള്ള ശുഷ്കാന്തി. നമ്മുടെ കർത്താവ്, നമ്മുടെ ആത്മീയ മണവാളൻ വരാമെന്ന് പറഞ്ഞ് പോയിട്ട് 2000 വർഷത്തോളമായി. ദൈവസഭ, അവിടുത്തെ മണവാട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അലസമായി ഉറങ്ങുന്നില്ല. വിശുദ്ധ ജീവിതത്തിന് മോട്ടിവേറ്ററാണ് കർത്താവിൻ്റെ ആഗമന ദിവസം. ഹാലേലൂയ, ഹാലേലൂയ. ഇനി ക്രിസ്തുവിൻ്റെ വരവിൽ നമ്മളാകെ വേവലാതി പിടിച്ച് ടെൻഷനായി അങ്ങനെയല്ല നമ്മെ കാണേണ്ടത്. പിന്നെ എങ്ങനെയാണ്?
സെബാസ്റ്റ്യൻ ബ്രദർ ഉണ്ടെങ്കിൽ 2 പത്രോസ് 3:14 ഒന്ന് കിട്ടുകയാണെങ്കിൽ വായിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. 2 പത്രോസ് 3:14. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. സമാധാനത്തിൽ കഴിയുന്നവരായി. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഒരു കാലത്ത് ഇവർ വിശ്വാസികളായിരുന്നില്ല. അന്ന് ദൈവിക സമാധാനം ഇവർ അറിഞ്ഞിരുന്നില്ല. കാരണം അവരുടെ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥമായ പാരമ്പര്യം ജീവിത രീതി അനുസരിച്ച് ജീവിച്ചവരാണ്. പാരമ്പര്യത്തിന് പുറകെ പോകുന്ന ഒരാൾക്ക് യഥാർത്ഥ ദൈവിക സമാധാനം കിട്ടില്ല. പാരമ്പര്യം വചനവിരുദ്ധമാണ്. അത് ക്രിസ്തീയ സഭയ്ക്ക് അകത്തുള്ളതായാലും പുറത്തുള്ളതായാലും. മാത്രമോ ഇവരുടെ അവസ്ഥ എന്താണ്? പണ്ട് അജ്ഞാനകാലത്തുണ്ടായിരുന്ന വ്യാമോഹങ്ങളെ മാതൃകയാക്കിയവരാണ്. അതുകൊണ്ട് യഥാർത്ഥ ദൈവിക സമാധാനവും സ്വസ്ഥതയും ഇവർ അറിഞ്ഞിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഇവർ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ, ജീവന്റെ വചനത്താൽ ഇവർ വീണ്ടും ജനനത്തിന് വിധേയരായപ്പോൾ, ഇവർ സ്വർഗീയ പിതാവിൻ്റെ മക്കളായി തീർന്നപ്പോൾ, ക്രിസ്തുവിൻ്റെ സമാധാനം ഇവരുടെ ഹൃദയത്തിൽ വന്ന് വസിക്കാൻ തുടങ്ങി. ഇവർക്ക് പരിശോധനകളും എതിർപ്പുകളും ഇല്ലായ്മകളും ദാരിദ്ര്യവും കഷ്ടതകളും ഒക്കെ ഉണ്ടെങ്കിലും ഈ പ്രതികൂലങ്ങൾക്കൊന്നും നഷ്ടപ്പെടുത്തുവാൻ കഴിയാത്ത, പരിശോധനകൾക്കും ടെസ്റ്റുകൾക്കും ട്രയൽസിനും നഷ്ടപ്പെടുത്തുവാൻ കഴിയാത്ത വലിയ ദൈവിക സ്വസ്ഥത ഇവരുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. നമുക്കറിയാം, ക്രിസ്തു നമ്മിൽ വസിക്കുന്നുണ്ട്. അവിടുത്തെ സമാധാനം നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ ലോകത്ത് അക്രമങ്ങളും യുദ്ധങ്ങളും മ്ലേച്ഛതകളും ഭീകരതകളും കൊലപാതകങ്ങളും പുറത്തു പറയാൻ അറയ്ക്കുന്ന പാപങ്ങളും വർദ്ധിക്കുകയാണ്. എന്നാൽ ലോകത്തിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് അനുസൃതമായി നമ്മൾ വറിയായിട്ട് ടെൻഷനായിട്ട് നടക്കേണ്ട കാര്യമില്ല. കാരണം ലോകത്തിന് തരാൻ പറ്റാത്തൊരു സമാധാനമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിന് തരാൻ പറ്റാത്ത ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ ക്രിസ്തു തന്നിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ നമ്മുടെ ചുറ്റും ആകെ കലങ്ങി മറിഞ്ഞാലും ആ പ്രതികൂലങ്ങൾക്ക് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു നിക്ഷേപിച്ച ആ സ്വർഗീയ ശാന്തിയെ, സമാധാനത്തെ കെടുത്തിക്കളയാൻ പറ്റില്ല. രക്ഷയിലേക്ക് വന്ന ആദ്യത്തെ 1-2 വർഷങ്ങളിൽ മാത്രമല്ല ദൈവിക സമാധാനത്തിൽ നാം ജീവിക്കേണ്ടത്. അന്ത്യം വരെയും ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ വസിക്കണം. ഇനി നമ്മുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ക്രിസ്തു വരുന്നതെങ്കിൽ, ഈ ദിവസമാണ് ക്രിസ്തു വരുന്നതെങ്കിൽ, ഇന്ന് രാത്രിയാണെങ്കിൽ നമ്മളെ എങ്ങനെ കാണപ്പെടണം? നമ്മൾ എങ്ങനെ കാണണം? അതാണ് വായിച്ചത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയും ഇല്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. ഡു യുവർ ബെസ്റ്റ് ടു ബി ഫൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ഹിം. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ ഉത്സാഹിക്കുവിൻ. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവിടുത്തെ മുമ്പാകെ കറയും കളങ്കവും ഇല്ലാതെ നിൽക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കുവിൻ. വിശുദ്ധിയിൽ തികഞ്ഞു വരുവാൻ നിങ്ങൾ ഉത്സാഹിക്കുവിൻ. നിങ്ങൾ കാത്തിരിക്കുന്നത് ദ കമ്മിങ് ഓഫ് ദ ഡേ ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് വെളിപ്പാട് 19-7 തൊട്ട് നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം, അവിടത്തേക്ക് മഹത്വം നൽകാം. എന്തെന്നാൽ കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു. അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. ദൂതൻ എന്നോട് പറഞ്ഞു, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണ്. അവർ വീണ്ടും പറഞ്ഞു, ഇവ ദൈവത്തിൻ്റെ സത്യവചസ്സുകളാണ്. മണവാട്ടി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു,
അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇനി ആ വസ്ത്രം ഏതാണ്? ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. നമ്മുടെ സൗന്ദര്യം ഇതാണ്. ബ്യൂട്ടി പാർലർ തരുന്ന കൃത്രിമ സൗന്ദര്യമല്ല. ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ സൗന്ദര്യം വിശുദ്ധിയാണ്. സൽപ്രവൃത്തിയുടെ വസ്ത്രം മറ്റാരുമല്ല നെയ്യുന്നത്, ഏതെങ്കിലും ബ്യൂട്ടീഷ്യൻ അല്ല തയ്യാറാക്കുന്നത്, അത് മണവാട്ടി തന്നെയാണ് തയ്യാറാക്കുന്നത്. ക്രിസ്തുവിൻ്റെ വരവിൽ അവൾ അത് അണിയും. ഹാലേലൂയ, ഹാലേലൂയ. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷം സെബാസ്റ്റ്യൻ ബ്രദറിന് കിട്ടിയാൽ വായിക്കാം. ലൂക്കോസ് 12:41 തൊട്ട് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12:41 തൊട്ട് വായിക്കുന്നു. പത്രോസ് ചോദിച്ചു, കർത്താവേ നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥനാരാണ്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും. ഒരുങ്ങിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുന്ന മണവാട്ടി. വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥനാരാണ്? യജമാനൻ വരും, മാസ്റ്റർ വരും. അപ്പോൾ ഭൃത്യൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും. സമാധാനത്തിൽ കഴിയുന്നവരായി നമ്മെ കാണണം. ക്രിസ്തു നൽകുന്ന സമാധാനം ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക. സമാധാനത്തിൽ കഴിയുക എന്ന് പറഞ്ഞാൽ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ജീവിക്കുക എന്നുള്ളതല്ല. ദൈവം നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള, ചെയ്തു തീർക്കാനായി തന്നിരിക്കുന്ന ജോലികളൊക്കെ ചെയ്യണം. ടെൻഷൻ കൊണ്ട് അസ്വസ്ഥരായിട്ടല്ല ചെയ്യേണ്ടത്. ദൈവിക സമാധാനം ഉള്ളിൽ അനുഭവിച്ചുകൊണ്ട് തന്നെ കർത്താവ് നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി അവിടുന്ന് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള ജോലികളെല്ലാം ചെയ്യണം. യോഹന്നാൻ 14:27, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. പരിശോധനകളൊക്കെ ഉണ്ടെങ്കിലും വേവലാതി നിറഞ്ഞ ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. പിന്നെ ആ ജീവിതം എങ്ങനെയുള്ള ജീവിതമാണ്? തടവിൽ കിടന്നുകൊണ്ട് ക്രിസ്തീയ ജീവിതം ഈ രീതിയിലുള്ളതായിരിക്കണമെന്ന് പൗലോസ് നിർദ്ദേശം നമുക്ക് തന്നു. ഫിലിപ്പിയ 4:4 തൊട്ട്, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ദ ലോർഡ് ഈസ് നിയർ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ ആഗമനം തൊട്ടടുത്തെത്തി എന്ന് കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? താഴെ പറയുന്നു, കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. കണ്ടോ? കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. നിങ്ങളാകെ ടെൻഷൻ കൊണ്ട് നിറയുവിൻ എന്നല്ല. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം
നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഈ ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളും സുവിശേഷ വിരോധികളിൽ നിന്ന് പല പ്രതികൂലങ്ങളും എതിർപ്പുകളും ഏറ്റുവാങ്ങുന്നവരാണ്. പക്ഷേ അവരോട് എന്താണ് പറയുന്നത്? ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. നമുക്ക് ഒരു 5 മിനിറ്റ് സമയം കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തതിന് ശേഷം വീണ്ടും ഈ വചന പഠനം നമുക്ക് തുടരാം. എല്ലാവർക്കും ഒരുമിച്ച് ഇപ്പോൾ കർത്താവിനെ സ്തുതിക്കാം. സജീവ് ബ്രദറിനും എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. കർത്താവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹാലേലുയ. എല്ലാം പുതുതാക്കാൻ പോവുകയല്ലെങ്കിൽ സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ മഹാനായിട്ട് സ്തോത്രം, അവിടുത്തെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളും സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചതിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. അവിടുത്തെ ഞങ്ങളോട് കാണിച്ച മഹാകരുണയ്ക്കായിട്ട് വാത്സല്യത്തിനായിട്ട് യേശുവിന് സ്തോത്രം. ഞങ്ങളുടെ ശിക്ഷിക്കാതെ ഒരു സ്നേഹിതനെ പോലെ കൂടെ നിന്ന് ആശ്വസിപ്പിച്ച് നമ്മുടെ സത്യങ്ങളിൽ വഴി നടത്തി പരിപാലിച്ച് അവരെ ആശ്വസിപ്പിച്ച് സമാധാനത്തോടെ നടത്തുന്നു. യേശുവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ആരാധനയ്ക്ക് യോഗ്യനെ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം, എനിക്കൊരുക്കുന്ന ആലയം ഏതെന്ന് ചോദിച്ച കർത്താവേ, ഹാലലുയ. അങ്ങ് സർവശക്തനാണ്, സർവവ്യാപിയാണ്, സകലത്തിലും ഹാലലുയ അങ്ങയുടെ സാന്നിധ്യമുണ്ട്. ഹാലലുയ, സ്തോത്രം, സ്തോത്രം. ഹാലലുയ. എങ്കിലും താഴ്മയുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ താഴ്മയുള്ളവരുടെ കൂടെ വസിക്കുന്ന കർത്താവിന് കർത്താവെ, അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തു. ഞങ്ങളെ രക്ഷയിലേക്ക് വന്നിട്ട് ഒരുപാട് ലംഘനങ്ങൾ, അനുസരണക്കേടുകളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും അങ്ങ് ഞങ്ങളോട് മഹാദയ കാണിച്ച് എല്ലാ ദീർഘക്ഷമയോടെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിച്ച് അങ്ങയുടെ സ്നേഹച്ചിറകളിൽ ആദിത്യമായ സ്നേഹത്തിൽ ഞങ്ങളെ കൊണ്ടു നടക്കുന്ന കരുണയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളോടുള്ള അങ്ങയുടെ വാഗ്ദാനങ്ങളെല്ലാം അങ്ങ് വിശ്വസ്തനാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ തലയെ ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം രക്തം ചിന്തിയ കർത്താവായ യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്താൽ ഞങ്ങളെ ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യനെ, ആരാധനയ്ക്ക് യോഗ്യനെ, ആരാധനയ്ക്ക് യോഗ്യനെ. സ്തോത്രം. കണ്ണുനീരിന് മറികടന്നു പോകാത്ത ദൈവമാണല്ലോ. അവിടുത്തെ കരുണ എത്രയോ വലുത്, അവിടുത്തെ വിശ്വസ്തത എത്രയോ വലുത്. ആരാധനയ്ക്ക് യോഗ്യനെ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നല്ല പിതാവ്, ദീർഘക്ഷമ അനേകരുടെ രക്ഷയായിരുന്നു. സ്നേഹം, എന്ത് സ്നേഹം! അങ്ങയുടെ വാത്സല്യം വലുതാണ് കർത്താവേ. സ്തോത്രം. നന്ദി കർത്താവേ, നന്ദി. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു. ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സങ്കേതം, ഞങ്ങളുടെ കോട്ട, ഞങ്ങളുടെ വൈദ്യം,
ഞങ്ങളുടെ ആകലം മഹത്വവും ജ്ഞാനവും സ്തോത്രവും എല്ലാമായി ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. യേശുവിന് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനങ്കലേക്ക് ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. വീണ്ടും നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് തന്നെ വരാം. 2 പത്രോസ് 3-ാം അധ്യായം 14 തൊട്ട്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. സമാധാനമില്ലാതെ അസ്വസ്ഥത നിറഞ്ഞ ഹൃദയമാണ് നമുക്കുള്ളതെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആകെ ടെൻഷനാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പാപം ചെയ്യും. വല്ലാത്ത ഉത്കണ്ഠയാണെങ്കിൽ നമുക്ക് നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല. പലതിലും അബദ്ധം നമ്മൾ കാണിക്കും. ഹൃദയത്തിൽ ദൈവിക സമാധാനവും സ്വസ്ഥതയും ഒരു വിശുദ്ധ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ആകുലതയുണ്ടെങ്കിൽ അവിടെ സമാധാനമില്ല, സമാധാനമുണ്ടെങ്കിൽ ആകുലതയുമില്ല. അതുകൊണ്ട് പത്രോസ് തൻ്റെ 1-ാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് 1 പത്രോസ് 5-ാം അധ്യായം 6 തൊട്ട്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എന്താണ് ചെയ്യേണ്ടത്? അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഉത്കണ്ഠകളൊക്കെ നമ്മളല്ല ചുമന്ന് നടക്കേണ്ടത്. നിന്റെ ഭാരം യഹോവയെ ഭരമേൽപ്പിക്കുക. നിന്റെ ഭാരം യഹോവയിൽ സമർപ്പിക്കുക. അവിടുന്ന് നിന്നെ പുലർത്തും. ഹല്ലേലൂയ. 1 പത്രോസ് 3:14 വായിക്കുന്നു. 1 പത്രോസ് 3:14. നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ അസ്വസ്ഥരാവുകയും വേണ്ട. പരിശോധന നേരിടുന്ന, പ്രതികൂലങ്ങൾ നേരിടുന്നവരോട് അവരുടെ ഇടയൻ പറയുകയാണ്, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ട. കർത്താവ് കരുതുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിൽ നിങ്ങൾ
സമാധാനത്തോടെ കാണപ്പെടണം. ഹല്ലേലൂയ. 1 തെസ്സലോണി 3:13. 1 തെസ്സലോണി 3:13. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധരോടുകൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായി നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് വല്ല ഉത്തരവാദിത്വവും ഉണ്ടോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വിശുദ്ധരോടുകൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായി നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ 1 കൊരിന്ത്യർ 15:57 തൊട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. അതിനാൽ എൻ്റെ വത്സല സഹോദരന്മാരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. എൻ്റെ വത്സല സഹോദരന്മാരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി അഥവാ വേല നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:2 തൊട്ട് 1 യോഹന്നാൻ 3:2 തൊട്ട് പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മൾ ക്രിസ്തുവിന് മുമ്പാകെ നിൽക്കും. അതാണ് വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് മോട്ടിവേറ്റർ. അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ, ഈ പ്രത്യാശയില്ലാത്തൊരു വ്യക്തിക്ക് വിശുദ്ധിയിൽ വളർന്നു വരുവാൻ സാധ്യമല്ല. കറയും ചുളുക്കവും കൂടാതെ ജീവിക്കണമെങ്കിൽ ഈ പ്രത്യാശ ഉണ്ടായിരിക്കണം. ഏത് പ്രത്യാശ? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ വിശുദ്ധ ജീവിതത്തിന് നമുക്ക് വേണ്ട പ്രചോദനം തരുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ്. ആ പ്രത്യാശയില്ലാത്തവർക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ അവർക്ക് അതിലൊരു അർത്ഥവും കാണില്ല. ഞാൻ എന്തിനാ വിശുദ്ധിയിൽ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടി ജീവിക്കണം? വിശുദ്ധിയിൽ ജീവിക്കണം. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? രക്ഷിക്കപ്പെടാത്തവർക്ക് വിശുദ്ധിയിൽ ജീവിക്കുന്നതിൽ ഒരർത്ഥവും കണ്ടെത്താൻ സാധിക്കുന്നില്ല. പിന്നെ ലോകക്കാരെ പേടിച്ച് തെറ്റ് ചെയ്താൽ ജയിലിൽ പോകേണ്ടി വരുമല്ലോ. ആ രീതിയിൽ മനുഷ്യഭയം ഉള്ളതുകൊണ്ട് പല പാപങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോയി എന്ന് വരാം. പക്ഷെ ദൈവമക്കൾ മനുഷ്യരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല, കർത്താവിൻ്റെ മുന്നിലാണ് നമ്മുടെ വിശുദ്ധ ജീവിതം നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും മനുഷ്യരുടെ മുന്നിലും നമുക്കൊരു വിശുദ്ധ ജീവിതം ഉണ്ടായിരിക്കും. അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശ്വാസികൾ ഒരുങ്ങി നിൽക്കണം. ഭക്തിയോടെ, വിശുദ്ധിയോടെ ഒരുങ്ങി നിൽക്കണം. സമാധാനത്തോടെ കാണപ്പെടണം. 14 വാക്യമാണ് നാം ധ്യാനിക്കുന്നത്. 2 പത്രോസ് 3:14. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയും ഇല്ലാതെ, അതായത് സ്പോട്ട്ലെസ് ആൻഡ് ബ്ലെയിംലെസ്, കളങ്കവും കറയും ഇല്ലാതെ
സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. കറയും കളങ്കവുമായി അവിടുത്തെ മുന്നിൽ നിൽക്കാൻ പാടില്ല. ഒരു മണവാട്ടി കല്യാണ ദിവസം പല്ല് തേക്കാതെ കുളിക്കാതെ അഴുക്ക് പിടിച്ച വസ്ത്രവുമായി വിവാഹവേദിയിലേക്ക് വന്നാലുള്ള സ്ഥിതി എന്താണ്? അതുകൊണ്ട് പത്രോസ് തൻ്റെ ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി വിശ്വാസികൾ ഒരുക്കുകയാണ്. കേവലം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അലസരായി പാപത്തിൽ ജീവിക്കാൻ പാടില്ല. അദ്ദേഹം 1 ലേഖനത്തിലും അക്കാര്യം പറയുന്നുണ്ട്. 2 പത്രോസ് 1:5 തൊട്ട് അത് നാം പഠിച്ചതാണ്. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ. ഇവ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമൃദ്ധമാവുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും ഫലരഹിതരുമാകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സഹായിക്കും. എന്നിട്ട് താഴെ പറയുന്നത്, ആകയാൽ സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. ഉത്സാഹമുള്ള വിശ്വാസി. ഈ ലോകത്തിലെ പലരും സൂത്രം കാണിക്കുവാൻ, പണക്കൊതി, ലജ്ജാകരമായ പാപങ്ങൾ, അതിനുവേണ്ടി വളരെ ശുഷ്കാന്തിയോടെ പലതും ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഉത്സാഹമുള്ളവരായി ജീവിക്കുന്നത് ഏതൊക്കെ കാര്യത്തിലാണ്? വിശുദ്ധിയിലാണ്. കർത്താവിൻ്റെ മുമ്പാകെ കറയും കളങ്കവും ഇല്ലാതെ എനിക്ക് നിൽക്കണം. അതിനായിട്ടുള്ള ഉത്സാഹം. സൂത്രമില്ല, ചതിവില്ല, നുണയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2:14 തൊട്ട് വായിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2:14 തൊട്ട്. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ വിശ്വാസിയും ഇപ്പോൾ ജീവിക്കുന്നത് വക്രതയും വഴിപിഴച്ചതുമായ തലമുറയുടെ നടുവിലാണ്. അവരുടെ നടുവിൽ ജീവന്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് കളങ്കമില്ലാതെ ജീവിക്കണം. കറയും ചുളുക്കവുമില്ലാതെ ജീവിക്കണം. നമ്മൾ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്നുള്ളതിന് തെളിവ് നാം ലോകത്തിന് കൊടുക്കണം. എങ്ങനെ? കറയും ചുളുക്കവുമില്ലാത്ത നമ്മുടെ ജീവിതം വഴിയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുന്നവരാണ് അക്കാര്യത്തിന് നമുക്ക് തെളിവ് നൽകുവാൻ സാധിക്കുക. ഫിലിപ്പിയ ലേഖനം 3:20. ഫിലിപ്പിയ 3:20. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. കർത്താവായ യേശുവിനെ നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? കറയും ചുളുക്കവും ഇല്ലാതെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ എനിക്ക് അവിടുത്തെ മുമ്പാകെ നിൽക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇനി ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്, അതിൽ നാം വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ വേണ്ടത്ര ഒരുക്കമില്ലാതെ ജീവിച്ചാലോ? യേശു വരും, 100% വിശ്വാസമുണ്ട്. പക്ഷേ വിശുദ്ധിയോടുകൂടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാതെ കുറച്ച് അശുദ്ധി കൂടെയുള്ളപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? 1 യോഹന്നാൻ 2:28. കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യമുണ്ടായിരിക്കാനും അവൻ്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവിൻ. അവൻ്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവിൻ. അപ്പോൾ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ചിലർ
ചിലർ ലജ്ജിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നാണ് യോഹന്നാൻ പറയുന്നത്. കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ, യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും, ഞാൻ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി എന്നെ തന്നെ ഒരുക്കി കറയും ചുളുക്കവും ഇല്ലാതെ ഓരോ ദിവസവും വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവപൈതലാണ്. അവർക്ക് ധൈര്യമുണ്ട്. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് നേടുന്നൊരു വിശുദ്ധിയല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് കറയും ചുളുക്കവും ഇല്ലാതെ ജീവിക്കുവാൻ, ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ജീവിക്കുവാൻ കർത്താവ് തന്നെയാണ് കൃപ തരുന്നത്. ക്രെഡിറ്റ് എല്ലാം എപ്പോഴും കർത്താവിനാണ്. കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവൻ്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി, വിശ്വാസിയാണെന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഞാൻ എടുക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് കറയും ചുളുക്കവും മാറ്റാതെ ജീവിക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിൽ ക്രിസ്തു വന്നാൽ ഒരു വിശ്വാസിയുടെ അവസ്ഥ എന്താണ്? കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവൻ്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവിൻ, എന്നിൽ വസിക്കുവിൻ. അപ്പോൾ പിന്നെ കറയും ചുളുക്കവും ഒന്നും ഉണ്ടാകുകയില്ല. നിരന്തരം ക്രിസ്തുവിൽ വസിച്ചുകൊണ്ടുള്ള ജീവിതം. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. അതുപോലെയുള്ളൊരു ജീവിതം. അവനിൽ വസിക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സജീവ് ബ്രദറുണ്ടോ? ഒന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് സബാസ്റ്റ്യൻ ബ്രദർ ആശീർവാദം പറയാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ, കർത്താവെ, ഞങ്ങള് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വിശുദ്ധ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ അശുദ്ധികളെല്ലാം മാറി കർത്താവിന്റെ വരവില് കറയും കളങ്കമില്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അങ്ങ് പണിയുമാറാകണമേ കർത്താവെ. ഞങ്ങളുടെ കുറവുകള് കർത്താവെ, ഞങ്ങളുടെ തെറ്റുകളെ കർത്താവ് ക്ഷമിക്കണമേ കർത്താവെ. ഓരോ ദിവസവും ഞങ്ങൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് കരുണ കാണിച്ച് കർത്താവെ, ഞങ്ങൾ ആത്മീയമായി വളരേണ്ടതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ കർത്താവെ. ഞങ്ങളുടെ ചിന്തകളും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവിലേക്ക് മാത്രമായി തീരുവാൻ കർത്താവെ ഇടയാക്കുമാറാകണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദാസനെ ബലപ്പെടുത്തണമേ. പ്രാർത്ഥനകളെല്ലാം കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം പങ്കെടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടും കൂടി ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്